ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് ദഹന വ്യവസ്ഥയിലെ പല്ലുകളെക്കുറിച്ച് നോക്കാം. പല്ലുകളെക്കുറിച്ചുള്ള പഠനം ഒഡന്റോളജി. പല്ലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് ഹനുക്കളിലെ കുഴിയിൽ. ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകൾ പാൽപ്പല്ലുകൾ 20 എണ്ണം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്നത് വിവേകദന്തങ്ങൾ. മനുഷ്യരിൽ 4 തരം പല്ലുകൾ: ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ല് 8 എണ്ണം. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് കോമ്പല്ല് 4. സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ല് കോമ്പല്ല്. ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ അഗ്രചർവണകം 8 എണ്ണം, ചർവണകം 12. മനുഷ്യൻ്റെ ദന്തവിന്യാസം 2, 1, 2, 3. മുകളിലെ വലത് ഭാഗത്ത് 2, 1, 2, 3. ഇടത് ഭാഗത്ത് 2, 1, 2, 3. താഴ്ഭാഗത്ത് വലത് 2, 1, 2, 3. ഇടത് താഴ്ഭാഗത്ത് 2, 1, 2, 3. അതായത് ഇടത് ഭാഗത്തായിട്ട് 2 ഇൻസിസേഴ്സ്, വലത് ഭാഗത്തായിട്ട് 2 ഇൻസിസേഴ്സ്. മോണയ്ക്ക് പുറത്ത് കാണുന്ന പല്ലിൻ്റെ ഭാഗം ദന്തമകുടം ഓർ ക്രൗൺ. ദന്തമകുടത്തിനും ദന്തമൂലത്തിനുമിടയിലുള്ള പല്ലിൻ്റെ ഭാഗം ദന്തഗളം നെക്ക്. മോണയ്ക്കുള്ളിലെ പല്ലിൻ്റെ ഭാഗം ദന്തമൂലം റൂട്ട്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജകകല സിമന്റം. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെന്റൈൻ. ഡെന്റൈനെ പൊതിഞ്ഞു കാണുന്ന പദാർത്ഥം ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഇനാമൽ. പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗം ഇനാമൽ. ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഫ്ലൂറിൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം കാൽസ്യം ഫോസ്ഫേറ്റ്. ഡെന്റൈൻ്റെ ഉൾഭാഗം പൾപ്പ് ക്യാവിറ്റി. രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്നത് പൾപ്പ് ക്യാവിറ്റിയിൽ. പൾപ്പ് ക്യാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജകകല പൾപ്പ്. പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. ആധുനിക ഇന്ത്യൻ ദന്തചികിത്സയുടെ പിതാവ് റാഫിയുദ്ദീൻ അഹമ്മദ്. താങ്ക് യു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.